ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി എൻ.ഡി.എ സ്ഥാനാർത്ഥി സി.പി. രാധാകൃഷ്ണൻ അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ എൻ.ഡി.എയുടെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. അതേസമയം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇന്ത്യാ സഖ്യത്തിന്റെ യോഗം പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ചേർന്നു. ഇന്ത്യാ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള RSS പശ്ചാത്തലമുള്ള മുതിർന്ന നേതാവിനെ തന്നെ കളത്തിലിറക്കിക്കൊണ്ടാണ് എൻ.ഡി.എയുടെ നീക്കങ്ങൾ. അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അടക്കം സാന്നിധ്യമുണ്ട്. വിവരങ്ങൾ എന്താണ്? ഒപ്പം ഇന്ത്യാ സഖ്യത്തിന്റെ യോഗത്തിന്റെ വിവരങ്ങൾ. റിജിത്ത്, ഇന്ന് രാവിലെ 11 മണിക്ക് നാമനിർദ്ദേശ പത്രിക നൽകാനാണ് എൻ.ഡി.എയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സി.പി. രാധാകൃഷ്ണൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള എൻ.ഡി.എ പക്ഷത്തു നിന്നുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ അദ്ദേഹത്തെ അനുഗമിക്കും. ഈ ചടങ്ങ് തന്നെ ഒരു വലിയ ചടങ്ങാക്കി മാറ്റാനുള്ള തീരുമാനത്തിലാണ് എൻ.ഡി.എ ഉള്ളത്. കഴിഞ്ഞ ദിവസം ചേർന്ന എൻ.ഡി.എയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഒപ്പം തന്നെ ഐകകണ്ഠ തന്നെ സി.പി. രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കണമെന്ന് പ്രതിപക്ഷത്തോട് ആഹ്വാനം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് പ്രതിപക്ഷം എന്നാൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യാ സഖ്യത്തിന്റെ യോഗം പൂർത്തിയായിരിക്കുന്നു. ഈ യോഗത്തിൽ എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ഇന്ത്യാ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ മറ്റ് ഇന്ത്യാ സഖ്യ കക്ഷികൾക്ക് പരിചയപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ ആയിരിക്കും ഇന്ത്യാ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. പ്രധാനമായും ആന്ധ്രയിൽ നിന്നും ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ എൻ.ഡി.എ പക്ഷത്തു നിന്നുള്ള വോട്ടുകൾ ഭിന്നതയുണ്ടാക്കാമെന്ന കണക്കുകൂട്ടൽ ഇന്ത്യാ സഖ്യത്തിനുണ്ട്. എന്നാൽ YSR കോൺഗ്രസ് പിന്തുണ എൻ.ഡി.എ സ്ഥാനാർത്ഥിക്ക് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. TDP-യെ ആശയക്കുഴപ്പത്തിലാക്കാമെന്ന കണക്കുകൂട്ടൽ ഇന്ത്യാ സഖ്യത്തിനുണ്ട്. TDP എന്തായാലും എൻ.ഡി.എയോടൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം ഇനി BRS-ന്റെ നിലപാടാണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളത്. BRS എന്തായാലും ആലോചിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കൂ എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. റിജിത്ത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.